Hi dear students, നിങ്ങൾ ഒരുപാട് കുട്ടികൾ ഈ വർഷത്തെ 2021 നീറ്റ് എഴുതിയിരിക്കുന്നുണ്ടാവും. ഒരുപാട് കുട്ടികൾ 2022 വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാകും. അവരോട് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. 2021 നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ലെസൺസ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം 2022 നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് 2021 എനിക്ക് പറ്റിയ പരാജയത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് നല്ല മാർക്ക് കിട്ടാതിരിക്കാനുണ്ടായ കാരണം, അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അത് നിങ്ങൾ ആദ്യം തിരുത്തിയെങ്കിൽ മാത്രമേ 2022 നീറ്റിലോട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എളുപ്പമാവുകയുള്ളൂ. പല കാരണങ്ങളാകാം പല ആളുകൾക്ക്. ടൈം മാനേജ്മെൻ്റ് ആകാം, വേണ്ടത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാവാം, അത്യാവശ്യം മോക്ക് ടെസ്റ്റ് എഴുതാത്തതാവാം. പല കാരണങ്ങൾ കൊണ്ടാവും നമുക്ക് നീറ്റ് 2021 നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റാത്തത്. അതിൻ്റെ കാരണം എന്ത് എന്ന് നിങ്ങൾ ഓരോരുത്തരും 2022 പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മറ്റൊരു കാര്യം, നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും മോശക്കാരല്ല. നമുക്കൊരു റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളേതായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആരും തന്നെ അതിനൊരു റിഗ്രറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓരോരോ നമ്മൾ തോറ്റ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം തന്നെ ഇനി വരാനിരിക്കുന്ന 2022 നമ്മുടെ വിജയത്തിൻ്റെ കഥയായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. എവ്രി ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ് ഈസ് വൺ സ്റ്റെപ്പ് ക്ലോസർ ടു ദി സക്സസ് എന്നാണ് പറയുക. നമ്മൾ പരാജയപ്പെട്ട ഓരോരോ എക്സ്പെരിമെൻറ്റുകളും, നമ്മൾ പരാജയപ്പെട്ട ഓരോരോ കാര്യങ്ങളും വിജയത്തിലോട്ടുള്ള നമ്മുടെ വഴികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ്, നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. 2022 എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മുമ്പിൽ സമയമില്ല. ഒരു പക്ഷേ 2022 നീറ്റ് വരുന്ന മെയ്യിലോ അല്ലെങ്കിൽ ജൂണിലോ നടക്കാം. അതായത് നമ്മുടെ മുമ്പിൽ കഷ്ടിച്ച് 6-7 മാസങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അക്കാഡമിയിൽ പുതിയ ഐക്യ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഐക്യ ഡ്രോപ്പേഴ്സ് 2022 ബാച്ച്. ഈ ബാച്ചിൽ നിങ്ങൾക്കിപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നത് വഴി ഒരുപാട് ഓഫേഴ്സുകൾ നിങ്ങളുടെ മുമ്പോട്ട് ഇപ്പോൾ വെക്കുന്നുണ്ട്. നോർമലായിട്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ 10% നിങ്ങൾക്ക് ഓഫുണ്ട്. മാത്രമല്ല എൻ്റെ കോഡ് ഡോക്ടർ അമൽ 10 DR അമൽ 10 ഈ കോഡ് ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും എക്സ്ട്രാ 10% ഓഫർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി 20% ഓഫർ കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.